എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഞാനൊരു പ്രൊഫഷണൽ ഹെന്ന ആർട്ടിസ്റ്റായിട്ട് മാറിയിട്ട് ഇപ്പോൾ 3 വർഷമേ ആയിട്ടുള്ളൂ. ഈ ഒരു ലേബലിലേക്ക് എത്താൻ ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തിട്ട് ഇപ്പോൾ സക്സസ് ആയി എന്നല്ല, പക്ഷേ ഇപ്പോഴും സ്ട്രഗിളിങ് പീരീഡ് തന്നെയാണ്. പക്ഷേ ഒരു പ്രൊഫഷണൽ ഹെന്ന ആർട്ടിസ്റ്റ് എന്ന് എനിക്ക് എന്നെ തന്നെ പരിചയപ്പെടുത്താൻ പറ്റുന്നൊരു ലെവലിലേക്ക് ഒരു കോൺഫിഡൻസ് എനിക്ക് എത്തിയിട്ടുണ്ട്. ഈ 3 വർഷം കൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, ഞാൻ കടന്നു വന്ന വഴികൾ, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറേ ഹെന്ന ആർട്ടിസ്റ്റുകൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ആദ്യമൊക്കെ എൻ്റെ കുടുംബത്തിലും എവിടെ കല്യാണത്തിൽ പോവുകയാണെങ്കിലും നേരത്തെ എന്നോട് പറയും മൈലാഞ്ചി ഇടാൻ വരണം കേട്ടോ എന്ന്. ഓക്കെ, എനിക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഞാനങ്ങനെ നേരത്തെ പോകും, അവർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കും, പോരും. ആരും അതിനൊരു പൈസ തന്നിട്ടുമില്ല, ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല. അതൊരു ക്യാഷ് വാങ്ങി ചെയ്യുന്ന കാര്യം എന്നുള്ളത് എനിക്കും അത്രയ്ക്ക് ബോധം ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴോ ഹെന്ന റിലേറ്റഡ് വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ സാധ്യത എനിക്ക് കൂടുതൽ മനസ്സിലായി തുടങ്ങിയത്. ഞാൻ മെയിനായിട്ടും കണ്ടിരുന്നത് കാസ ഹെന്നേൻ്റെയും മെഹസൂക്കിൻ്റെയും വീഡിയോസായിരുന്നു. കോൺ മേക്കിങ്ങും സെയിലും അതേപോലെ ബ്രൈഡൽ ഹെന്ന ചെയ്യുന്നതൊക്കെ ഇത് വളരെ സാധ്യതയുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി ഞാൻ അതിലേക്ക് അങ്ങ് തുനിഞ്ഞിറങ്ങി. ഇറങ്ങിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് വളരെ ഈസിയാണ്. നമ്മൾ മൈലാഞ്ചി ഉണ്ടാക്കുന്നു, അത് വാങ്ങാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നു, നമ്മൾ മൈലാഞ്ചി ഇടുന്നു പറയുമ്പോഴത്തേക്കും ബ്രൈഡ് എൻക്വയറി വരുന്നു, ഇട്ട് കൊടുക്കാൻ പോകുന്നു, ടൈറ്റ് ഷെഡ്യൂളായിരിക്കും. അങ്ങനെയൊക്കെ വിചാരിച്ചങ്ങ് തുടങ്ങി. ഇറങ്ങിയപ്പോഴല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായി തുടങ്ങിയത്. ഈ ഹെന്ന കോൺ ഉണ്ടാക്കുന്നതിനുള്ള റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയായിരുന്നു. ഞാനിവിടെ വയനാട്ടിലാണ്. ആദ്യം ഇവിടെ ഷോപ്പിലും കാര്യങ്ങളിലൊക്കെ അന്വേഷിച്ച് അങ്ങനെയൊന്നും ഈ ബോഡി ആർട്ട് ക്വാളിറ്റിക്ക് പറ്റിയ സാധനമൊന്നും ഇവിടെ കിട്ടുന്നില്ല എന്ന് മനസ്സിലായത് അപ്പോഴാണ്. പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അല്ലാതെ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ തുടങ്ങി. രാജസ്ഥാനിൽ നിന്ന് ഹെന്ന കുറേ ആൾക്കാരെടുത്തു നിന്ന് നമ്മൾ സാമ്പിൾ വാങ്ങി നോക്കി. ചിലവർ 100 ഗ്രാമിൻ്റെ സാമ്പിൾ അയച്ചു തരും, 100 രൂപയ്ക്ക് അയച്ചു തരും. ചിലവരാണെങ്കിൽ 100 ഗ്രാം സാമ്പിൾ തരില്ല, 1 kg എടുക്കാനേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ അത് വാങ്ങും. അതേപോലെ തന്നെയായിരുന്നു ഓയിലിൻ്റെ കാര്യത്തിലും. പലരിടത്തു നിന്നും പല ടൈപ്പ് ഓഫ് ഓയിൽസ് നമ്മൾ വാങ്ങി, എന്നിട്ട് അത് യൂസ് ചെയ്ത് നോക്കി. അതേപോലെ എനിക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയിരുന്നു. ഞങ്ങൾ വയനാട്ടിൽ അമ്പലവയലിലാണ്. ഈ അമ്പലവയലിൽ കുറേ യൂക്കാലിപ്റ്റസ് ഓയിൽ വാറ്റുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ ഓയിൽ തന്നെയായിരിക്കും നമുക്കിതിന് വേണ്ടിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്നും കുറച്ച് വാങ്ങി. ആ ഓയിൽ വെച്ചിട്ട് ഞാൻ മൈലാഞ്ചി ഉണ്ടാക്കി കയ്യിലിട്ട് കഴിഞ്ഞപ്പോൾ മൈലാഞ്ചി ഇട്ടതിൻ്റെ ഒരു പാട് പോലും വന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇതല്ല നമ്മൾ മൈലാഞ്ചിക്ക് വേണ്ട ഓയിൽ എന്ന്. ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കോൺ മേക്കിംഗ് മെത്തേഡിലേക്ക് എത്തിയത്. എൻ്റെ ജേണിയിലെ തുടക്കം മാത്രമേ ആയുള്ളൂ. കോൺ ഉണ്ടാക്കിയ പോരല്ലോ, ഇനി പ്രൊഫഷണൽ ഹെന്ന ആർട്ടിസ്റ്റ് ആവണ്ടേ? അത് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. ബൈ.